ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പക്ഷേ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി പോയി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള കിടിലൻ 5-6 ഐഡിയാസാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇവിടെ ഞാൻ 3 പിസ്താഷ്യലാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഓറഞ്ച് കളറാണ് ഇത് ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഗ്രീൻ, അത് കഴിഞ്ഞിട്ട് വൈറ്റും കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ക്ലോത്ത് ക്യാരി ബാഗാണ്. നമ്മുടെ തുണിസഞ്ചി ഉണ്ടല്ലോ, വൈറ്റ് കളറാണ് നമ്മളിവിടെ എടുക്കുന്നത്. അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആണെങ്കിലും ഇതിന് പകരമായിട്ട് എടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മളിതാ നന്നായിട്ട് ഉണങ്ങിയ നമ്മുടെ പിസ്താഷ്യയിൽ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫെവിബോണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്കോൾ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ പീസിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ടിക് ടാക്ക് ക്ലിപ്പാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാകും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ബാഗിൻ്റെ പീസ് തന്നെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഞാൻ ഇതുപോലെയുള്ള സ്റ്റോണിൻ്റെ ഒരു ലേസ് ഉണ്ടായിരുന്നു, ഒരു പഴയ ബോയിൽ നിന്നുള്ളതാണ്. നമ്മുടെ ഡ്രസ്സിൽ നിന്നൊക്കെയുള്ള സ്റ്റോൺ ആണെങ്കിലും ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതെന്താ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. രണ്ടാമത്തെ ഐഡിയയിലേക്ക് നമുക്ക് പോയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളറിലുള്ള തുണിയുടെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ സൈസിന് തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെയൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു മിഡിലത്തെ ആ ഒരു ഭാഗത്ത് സർക്കിൾ ഷേപ്പിന് വരുന്ന രീതിക്ക് അതുപോലെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. എന്നിട്ട് ആ ഒരു എൻഡ് വരുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് ഒരു മിഡിലിൽ നല്ലൊരു സർക്കിൾ ഷേപ്പിന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഇതാ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്ററിനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാം സൈഡൊക്കെ. നിങ്ങൾക്ക് ഏത് ഫ്ലവറിൻ്റെ ഷേപ്പിന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതാ ഇവിടെ ഈ ഒരു ഷേപ്പിനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഒന്നുകൂടെ ഒന്ന് ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റോണാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി ഞാൻ നമ്മൾ മുമ്പെടുത്ത ആ ഒരു തുണിസഞ്ചിയുടെ ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ശേഷം എന്താ ഇതുപോലെയുള്ള ഒരു ക്ലിപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അവിടെയും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഫിക്സ് ആക്കി വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയും ഞാൻ ഇതുപോലെ 3 പീസസാണ് എടുത്തിട്ടുള്ളത്. ഈ 3 സെയിം കളറ് തന്നെ, കുറച്ചുകൂടെ വലിയ പീസാണ് നമ്മളിവിടെ എടുക്കുന്നത്. 3 ഏകദേശം സെയിം സൈസിലുള്ളവയായിരിക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈത്തുന്നലാണ് ചെയ്യുന്നത്, മുമ്പ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ നല്ല ഒരു സെക്യൂറായിട്ട് ഇരുന്നോളും. ഇനി ഇതാ ജസ്റ്റ് ഇതുപോലെ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെയും നമ്മളൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല ഭാഗം വേണം പുറത്ത് വരാനായിട്ട്.
അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തയ്ച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സേഫ്റ്റി പിന്നാണ്. അത് ഏറ്റവും താഴത്തെ ആ ഒരു അടിവശത്ത് ഈ ഒരു രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തെ തിരിച്ചിടാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല സൈഡ് കിട്ടുന്നതായിരിക്കും. ഇനി ആ സേഫ്റ്റി പിൻ മാറ്റിയ ശേഷം നമ്മൾ ആ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെയാണ്, ഇത്രയും നീളത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ത്രെഡാണ്. ഞാനിവിടെ വൂളൻ ത്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലാസ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്താ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഈ ഒരു സേഫ്റ്റി പിൻ ഒന്ന് കെട്ടിക്കൊടുത്ത ശേഷം, അല്ലാതെ നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഫിക്സാക്കി വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, നമ്മുടെ തുണി പോലെയല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത ശേഷം ഇതിലേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഫിക്സാക്കി അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ബാൻഡ് പോലെ ബോയ്സിനാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട്. ഇനി ഗേൾസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ക്യൂട്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലേസാണ് എടുക്കുന്നത്. ഇതുപോലൊരു ലേസ് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടവിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കമ്പിവളയാണ് എടുക്കുന്നത്. ഏത് കമ്പിവള വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ശേഷം ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കാം. ഇനി പഴയ മാലയുടെ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാനിവിടെ പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഓറഞ്ചും ഗ്രീനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കൊടുക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു വളയിലേക്ക് ഈ മുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ തന്നെ പെയിൻറ്റ് ചെയ്യാതെ ഈ വൈറ്റ് കളറിലുള്ള മുത്തുകളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഫൈനലി നമ്മൾ ഈ രണ്ട് സൈഡിലായിട്ടും ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിലും കുറച്ചുകൂടി വലുതായിട്ടുള്ള രണ്ട് മുത്തുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് റെഡി ആയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ വീതി വരുന്നത് 6 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അത്യാവശ്യം ചെറിയ പീസസ് ആണ്. ടോട്ടലി 6 പീസാണ് വേണ്ടത്. ഓരോ കളറും 2 പീസ് വീതം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഓരോ പീസും എടുത്ത ശേഷം അതിൻ്റെ മിഡിലിൽ കൂടി ജസ്റ്റ് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ലാസ്റ്റ് ഒരു നോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പീസും ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മിഡിലായിട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മുടെ ജ്വല്ലറി ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞൊരു ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ലൈറ്ററിനൊന്ന് വെച്ച് കൊടുത്ത് സൈസാക്കി എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ എൻ്റെ മിഡിലായിട്ട് ഓരോന്നിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുമ്പെല്ലാം ചെയ്ത പോലെ തന്നെ ഈ ഒരു തുണിസഞ്ചിയുടെ ഇതുപോലെ സർക്കിൾ ഷേപ്പിന് കുറേയധികം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ മിഡിലും കുഞ്ഞൊരു ഹോൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ബോയിലൂടെ ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെയായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ സർക്കിളിൽ തന്നെ നമുക്ക് 2 ബോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇതുപോലെയുള്ള പീസസ് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഓരോ ബോയും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഓരോ ബോയുടെയും സൈഡായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ച് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 6 പീസും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോണിൻ്റെ ലേസ് ഇതുപോലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാതെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഓരോ ബോയുടെയും നടുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി.
നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു ബാഡ്ജ് അല്ലെങ്കിൽ ഒരു ബ്രൂച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ശേഷം എന്താ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, സർക്കിൾ ഷേപ്പിന് കട്ട് ചെയ്ത ശേഷം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കളർ പേപ്പേഴ്സ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം, സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിന്, ഒരു വളഞ്ഞിരിക്കുന്ന ഷേപ്പിനാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ആ രണ്ട് സൈഡിലായിട്ട്. എന്നിട്ട് ഇവിടെയും നമ്മൾ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് അശോകചക്രം വരച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ ഇങ്കിൻ്റെ പെന്നാണ് യൂസ് ചെയ്യുന്നത്. അത് വരച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി ഈ ക്യാബിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ ഒരു അത്യാവശ്യം കട്ടിയുള്ള പേപ്പറും കൂടി ഒട്ടിച്ചെടുത്തിട്ട് അവിടെയും ടേപ്പ് വെച്ചിട്ട് നല്ല സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇതിൻ്റെ അടിയിലത്തെ ഭാഗത്തായിട്ട് ഒരു സേഫ്റ്റി പെണ്ണാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടെയും നമ്മൾ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐഡിയ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണും, എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതിന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുക. താങ്ക്